മുന്തിരി പടം കോർത്ത് നിൽക്കും മുറ്റത്തിൽ കൊണ്ടുപോവാ. വേണ്ട. നമ്മള് വളരെ പെട്ടെന്ന് തന്നെ എവിടെയാണെന്ന് പറഞ്ഞോടെ മണിത 2 മണിയായി കേട്ടാ. നമ്മളെല്ലാവരും ഇനി ബാഗൊക്കെ എടുത്ത് ഇറങ്ങിയാണ്. ഇവിടെ കണ്ട ഇവിടുത്തെ ട്രിപ്പ് മോഡ് ഓണ്. ഓക്കെ, ഹലോ ഗൈസ്, നമ്മളിതാ വളഞ്ഞെങ്ങാനോ വാട്ടർഫോൾസ് എത്തിയിരിക്കുന്നു. ഇത്രയും നേരം ഉറക്കുമായിരുന്നു. എന്താ ഫുള്ള് ഡ്രൈവ് ചെയ്തത് പയ്യനാണ്. ഞാൻ നല്ലപോലെ കിടന്നുറങ്ങി കേട്ടോ. എന്താ എറണാകുളം ബസ്സൊക്കെ പോകണുണ്ടോ? എങ്ങനെയുണ്ട്? നമ്മൾ ഉറങ്ങി തട്ടി കേട്ടോ. വണ്ടിക്കകത്തിരുന്ന് ഫുള്ള് ഉറങ്ങി. ഇവർ രണ്ടുപേരും കൂടി ഫുള്ള് ഉണർന്നിരുന്ന് ഡ്രൈവ് ചെയ്ത്. കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതാ വണ്ടിപ്പെരിയാർ എത്തിയിരിക്കുന്നു. വണ്ടിപ്പെരിയാറിൽ നിന്ന് കണ്ട വണ്ടികളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കണം. അയ്യേ, എന്തൊരു ചളിയാടാ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പല്ലൊക്കെ തേച്ച്, പെട്രോൾ പമ്പിലാണ് കേട്ടോ നമ്മള്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് നമ്മൾ അടുത്ത സ്ഥലം പിടിക്കുകയാണ്. ഓക്കെ അല്ലേ? പക്ഷെ നീ ഉണർന്നിരുന്ന സ്വപ്നം കാണണടി. ഉറങ്ങണുണ്ടല്ലേ? ഇവിടെ നല്ല ചായ കിട്ടും. ചായക്കടയിൽ പശു ഉള്ളത് തൂങ്ങി കിടക്കുന്ന സാധനം ഒന്ന് മാറ്റിയിട്ട് ഉണങ്ങാനെ അതിന് കുരങ്ങൻ തട്ടി പിടിച്ചോണ്ടോ? കൊരങ്ങനൊന്നും ഇല്ല. എന്തിനെടുക്കണ കുരങ്ങനല്ലേ? ഓ ഗൈസ്, ഇങ്ങനെ നമ്മളെ ട്രാവൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കമ്പം തേനി മുന്തിരി തോപ്പിലൂടെ നമ്മൾ നടക്കാമെന്നുള്ള, നമ്മൾ കമ്പം മുന്തിരി തോപ്പിൽ കയറാനുള്ള പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ടാ അങ്ങ് കാണുന്നുണ്ടോ? ഈ കാണുന്നതൊക്കെ ഫുള്ള് മുന്തിരി തോട്ടങ്ങളാണ് കേട്ടോ. നമുക്ക് ഇതുവഴി പോയി നടന്ന് അകത്ത് കയറാൻ പറ്റുമെന്നാണ് ഇവിടെ നമ്മൾ തിരക്കി പറഞ്ഞു. ഇവിടെ കണ്ട 2 കിലോ മുന്തിരിയൊക്കെ 120 രൂപ, 1 കിലോ 60 രൂപ. അവിടെ അങ്ങനെ തന്നെ, നമ്മളവിടെ അങ്ങനെ തന്നെ. മുന്തിരി 2 കിലോ 120. രണ്ടിനാണോ? വേണ്ട കണ്ട, ഇതാണ് മുന്തിരി തോപ്പ് കേട്ടോ. പക്ഷെ മുന്തിരി ഇല്ല, ഇവരെല്ലാം വിളവെടുത്തെന്നാണ് കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ നോക്കിയാണ് മറ്റേ വേലിക്കമ്പി മാത്രമേ നിൽക്കാനുള്ളൂ. ഇപ്പുറത്തെ ഉണ്ടോ? ഇപ്പുറത്തെ മറ്റേ വഴി തനങ്ങിയ പരിപാടിയാണ്. പിന്നെ ഇതാ ഉണ്ട്. നോക്ക് എൻ്റെ പൊന്നെ, ഇത് കണ്ട കണ്ണത്താ ദൂരത്തോളം നീണ്ടു നിവർന്ന് കിടക്കണുണ്ട്. പക്ഷെ നമുക്ക് കയ്യെത്തി പറിക്കാൻ പോലും പറ്റൂല കേട്ടോ. അത്രയ്ക്കും പ്രൊട്ടക്ഷൻ കൊടുത്താണ് ഇവർ നിർത്തിയിരിക്കണം കേട്ടോ. ഇതുണ്ട് അങ്ങ് അറ്റം വരെ ഉണ്ട് ഫുള്ള് മുന്തിരി തോപ്പ് കാര്യങ്ങൾ. ഇതുണ്ട ഫോട്ടോഗ്രാഫർ ഇവിടെ മുന്തിരി എടുക്കുകയാണേ. കിട്ടണുണ്ടാടാ വല്ല. നോക്ക്, അടിപൊളി. ഓ പൊറ പറ്റി. ഇവിടുത്തെ ഒരു വെറൈറ്റി വണ്ടി പറഞ്ഞതുണ്ടോ? അതുണ്ട മാമൻ വാ, ഇത് പൊളിയാടാ. ഇത് നോക്കിയേ. പിന്നെതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മുന്തിരി പറിക്കരുതെന്ന്. അപ്പോൾ ഇവിടെ വരുന്നവരാരും മുന്തിരി പറിക്കരുത്. നമുക്കിങ്ങനെ വന്ന് കയറി കാണാനുള്ള എല്ലാവിധ സെറ്റപ്പ് ഇവർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ മുന്തിരി തോപ്പിനകത്തൂടെ ഇങ്ങനെ നടക്കാം. കണ്ട
നമുക്ക് അങ്ങറ്റത്തോളം കണ്ണെത്താ ദൂരത്തോളം ഉണ്ട് കേട്ടോ മുന്തിരി. ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുന്തിരി ഒന്ന് പറിക്കണവരെയൊക്കെ അപ്പം തന്നെ സ്പോട്ടിൽ തൂക്കും കേട്ടോ. ശവന മുന്തിരി പറിക്കല്ലേ, നിന്നെ തൂക്കും. മുന്തിരി പടം കോർത്ത് നിൽക്കും മുറ്റത്തിൽ കൊണ്ടുപോവാ. വേണ്ട നമ്മളവിടെയൊക്കെ മറ്റേ അല്ല നമ്മളവിടെയൊക്കെ അല്ല, നമ്മളവിടെ മുന്തിരി ഇല്ലല്ലോ. നമ്മളവിടെ മുന്തിരി വരില്ല കേട്ടോ. അത് നോക്കിയാണ് നമ്മളെ തലയിൽ തട്ടിയില്ല എന്ന് പറഞ്ഞു. ഇത്തിരി കൂടെ പൊക്കം വയ്ക്കണം. വേണ്ട മുന്തിരിനെയൊക്കെ നമുക്ക് കണ്ട ഇങ്ങനെ തൊടാം, പക്ഷെ പറിക്കരുത് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ വന്ന് ഇങ്ങനെ പറിച്ച് തിന്നാനും ചെയ്യില്ല അവര്. ചിലതിലൊക്കെ ഇങ്ങനെ മരുന്ന് അടിച്ചിട്ടുണ്ട്, ഇളവി കിടക്കും. അതുകൊണ്ട് ആരും ഇങ്ങനെ വന്ന് പറിച്ച് തിന്നുകയൊന്നും ചെയ്യരുത്. കഴിവിയൊക്കെ കഴിക്കാം, പക്ഷെ പറിക്കല്ല കേട്ടാ, എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയാണ്. ഫ്രീ എൻട്രി ആണ് കേട്ടോ. ഇവിടെ ജെന്നീസ് ഫാം എന്ന് പറഞ്ഞൊരു ഫാമാണ്. ഇവിടെ ഫ്രീ എൻട്രി ആണ്. നോക്കിയാണ് കണ്ണെത്താ ദൂരത്തോളം കിടക്കണുണ്ടാവും മുന്തിരികൾ. സൂപ്പർ കേട്ടോ. ഇവിടെ രാവിലെ തന്നെ എല്ലാവരും വന്ന് പണി തുടങ്ങും കേട്ടോ. രാവിലെ 7 മണിക്ക് തന്നെ ഇവിടെ സ്ത്രീകളൊക്കെ വന്ന് അവരുടേതായിട്ടുള്ള ജോലികളൊക്കെ തുടങ്ങി. അപ്പം നമുക്കിനി അങ്ങോട്ട് വിടാല്ലേ. നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. കമ്പം നമ്മൾ കൂകൽ പോകുന്ന വഴിയാണ്. നമ്മൾ എങ്ങനെ ലിസ്റ്റിലൊന്നും പ്ലാനിങ്ങോട് കൂടി വന്നതല്ല, പക്ഷേ നമ്മൾ പിന്നീട് കൂകൽ പോവാം എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും കമ്പം വഴിയാണ് ടച്ച് ചെയ്ത് പോയത്. അപ്പം നമ്മൾ നേരെ കമ്പം മുന്തിരി തോപ്പിലോട്ട് കയറി. അപ്പോൾ ഇനി നമുക്ക് നേരെ കൂകൽ വിടാം കേട്ടോ. അവിടെ പൊളിയാണ്. അപ്പോൾ നമുക്ക് പതിയെ നടക്കാം. ഓക്കെ. നല്ല ക്ലൈമറ്റ് കേട്ടോ. നമ്മൾ വന്ന ടൈമേ വലിയ ചൂടൊന്നും ഇല്ല. വെയിലിങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാ നല്ലൊരു ക്ലൈമറ്റ്. മണി 8 ആയതേ ഉള്ളൂ. അടുത്ത് കണ്ട എല്ലാവരും രാവിലെ തന്നെ പണി തുടങ്ങി. ട്രാക്ടർ അവിടെ, ഒരു ട്രാക്ടർ പോലത്തെ വണ്ടി കേട്ടതാ. നമുക്ക് ഇതിലാണ് അവര് വേസ്റ്റും കാര്യങ്ങളൊക്കെ ചവറൊക്കെ കയറ്റി കൊണ്ട് പോകണത് കേട്ടോ. വേണ്ട എല്ലാവരും കണ്ട ഇവിടെ പണികൾ തുടങ്ങി കേട്ടോ. രാവിലെ തന്നെ പണികൾ തുടങ്ങി. ഇവിടെ കണ്ട ഒരു പ്രത്യേക വേലിക്കല്ലിലാണ് അവരിത് സെറ്റ് ചെയ്യണത്. കൊള്ളാല്ലേ, സെറ്റപ്പ് ഉള്ളല്ലേ. ശ്രദ്ധിച്ച ഇത് മരം പോലെ നിക്കുന്നതാണ്. കണ്ട വള്ളി പിന്നീട് മരം പോലെ ആവും. ഇതാണ് സെറ്റപ്പ്. പോവാം. ഇവിടുത്തെ കേസരിയാണ്. കേസരി മറ്റേ അവിടുത്തെ കേസരി ടേസ്റ്റില്ല. കേസരി കഴിക്കണമെങ്കിൽ മൈസൂര് പോണം. ചായ മേടിച്ച് കാര്യകളിൽ ചായ മേടിച്ച് രേഷ്മയ്ക്ക് ചായ വേണ്ട. ഞാൻ ഒരു ഉഴുന്നോടെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ഇനി കൂകലിലോട്ട് വിടുകയാണ് കേട്ടോ. ഇതവര് വണ്ടിയൊക്കെ മറിഞ്ഞ് തലകുത്തി കിടക്കുന്നു. പിന്നെ നമ്മൾ നേരെ കൂകലിലോട്ടാണ് അല്ലേ. കൂകലാണ് നമ്മുടെ പ്ലാനിൽ. പോണ വഴിക്ക് എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങാം.